നമസ്കാരം, ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇവിടെയും നല്ല വിശേഷം. ഒരു ചെറിയ വിശേഷം പറയാനുണ്ട്, അതാണ് കേട്ടോ പെട്ടെന്നൊരു വീഡിയോ. ഞാൻ ചെറുതായിട്ടൊന്ന് ദുബായിക്ക് പോവുകയാണ്. ഓക്കെ, അവിയക്കുട്ടിക്ക് സ്കൂളൊക്കെ അടച്ചു, വെക്കേഷനാണ് 2 months. അപ്പോൾ ഞങ്ങൾ വെക്കേഷൻ അവിടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്, UAE പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയിലാണ്. 2-3 ദിവസമേ ബാക്കിയുള്ളൂ. ഇന്നിപ്പോൾ ഒന്നും ആയില്ല കേട്ടോ, പാക്കിങ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോസ് കുറേ എടുത്ത് വെക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. ഇതിപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയാണ്. ഒരു 4-5 വീഡിയോസൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ എത്രാമത്തെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ഇതിപ്പോൾ എപ്പോഴായിരിക്കും പബ്ലിഷ് ചെയ്യാമെന്നും എനിക്കറിയില്ല. ഓക്കെ, ചിലപ്പോൾ ഞാൻ അവിടെ പോയിട്ടായിരിക്കും ഇടുക, അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അതാണ് ഒരു ചെറിയൊരു വിശേഷം പറയാനുള്ളത്. അപ്പോൾ 2 മാസം അവിടെ ഉണ്ടാവും. അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു മാസം നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വീഡിയോസ് കുറേ ഉണ്ട്, കുറേ ഹോൾ വീഡിയോസും ഒക്കെ ആയിട്ടുണ്ട്. ഈദ് ലുക്ക് കഴിഞ്ഞു, ഈദ് ലുക്ക് ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇനി വിഷു വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഉണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. പോകുന്നതിൻ്റെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 മാസത്തേക്കാണേലും നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വേണമല്ലോ പോകാൻ. കുറച്ചൊക്കെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, എന്നാലും കുറച്ചൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം എടുത്ത് വെക്കുന്ന ആ ഒരു ധൃതിയിലാണ്. അപ്പോൾ അതേ പോകാനായിട്ട് ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറേയൊക്കെ വന്നു, ഇനി വരാനുണ്ട്. പോകുന്നതിന് മുന്നേ വരുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവിയക്കുട്ടിക്കുള്ളതും എനിക്കുള്ളതും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ സൂക്കിൽ നിന്ന് നമുക്ക് 2 പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ് സൂക്ക്. അപ്പോൾ ഫസ്റ്റ് വൺ അവരുടെ ഒരു സ്ലിംഗ് ബാഗാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ഓൾമോസ്റ്റ് എല്ലാ സ്ലിംഗ് ബാഗ്സും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മോഡൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് കേട്ടോ. ഇത് നല്ല ഒരു ക്ലാസി ലുക്ക് വരുന്നൊരു സ്ലിംഗ് ബാഗാണ്. ബ്രൗൺ ലെതറാണ് വരുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഈ ഒരു പ്രിൻ്റാണ്. ഓക്കെ, ബാക്കിൽ നമുക്കൊരു സിപ്പ് വരുന്നുണ്ട്, അകത്തും ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നമുക്ക് ഒരു സ്ലിംഗ് ബാഗിൽ നമ്മൾ ഒരു ചെറിയ ഒരു വാലറ്റ്, അതുപോലെ മൊബൈൽ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് പെർഫെക്റ്റ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അവരുടെ പഴയ സ്ലിംഗ് ബാഗ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി നല്ല രസമുണ്ട്. ഈ ഒരു മോഡൽ നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ്. കുറേ പ്രിൻറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാമല്ലോ, സൂക്ക് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട്. വീഗനാണ് അവർ യൂസ് ചെയ്യുന്ന ലെതറൊക്കെ, വീഗനാണ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ അവരുടെ ഒരു പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രോഡക്ട്സിലും ആ ഒരു പ്രിൻ്റ് കാണും. ഫുട്വെയർ ആണെങ്കിലും ബാഗ്സിൽ തന്നെ എല്ലാ ബാഗ്സിലും ഒക്കെ നമുക്ക് ആ ഒരു സെയിം പ്രിൻറ്റിലുള്ളത് കിട്ടും. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഇവിടെ സ്ക്രീനിലൊരു കൂപ്പൺ കോഡ് കൊടുക്കാം. എൻ്റെ ഒരു പ്രൊമോ കോഡാണ്. അപ്പോൾ അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ 10% ഓഫ് ഉണ്ടാവും കേട്ടോ. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന എന്ത് പ്രോഡക്ട്സിനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫുട്വെയർ ആണ് സൂക്കിൻ്റെ. ഓക്കെ, പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ ഫുട്വെയർ എടുക്കുമ്പോൾ സൈസ് ഏതാണെന്ന്. ഞാൻ 41 ആണ് എടുക്കുന്നത് കേട്ടോ. എനിക്ക് കുറച്ച് ലെങ്ത്ത് വേണം, അപ്പോൾ 41 ആണ് ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ 7 UK. അപ്പോൾ മിക്കതും ഈ ഒരു ഇതിൽ കറക്റ്റായിട്ട് വരാറുണ്ട്. 7 UK എടുക്കുമ്പോൾ വളരെ റെയറായിട്ട് മാത്രമാണ് ചിലപ്പോൾ 8 ഒക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 41 ആണ്. അതേ കാണുമ്പോൾ അറിയാം 41 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഫുട്വെയർ. നല്ല രസമുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണല്ലേ. പിന്നെ ഇവരുടെ ഒരു ലെതറിൻ്റെ ക്വാളിറ്റിയൊക്കെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു സൂക്കിൻ്റെ എല്ലാ പ്രോഡക്ട്സും, അതിപ്പോൾ ബാഗ്സ് ആണെങ്കിലും ഫുട്വെയർ ആണെങ്കിലും ഒക്കെ ആദ്യം തുടങ്ങി ഞാൻ കാണിച്ചതൊക്കെ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാഗ്സൊക്കെ ഞാൻ വാഷ് ചെയ്തും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് കുറേ പേര് വാങ്ങിയിട്ടുണ്ട്, അവരും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. കാരണം ഫുട് വെയർസിലാണേലും ഒരുപാട് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. പണ്ടൊക്കെ ഫ്ലാറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഹീൽസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഓഫ് ഫുട് വെയർസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് അടിപൊളിയാണ്. പിന്നെ ഈ ഫുട് വെയറിലൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു എന്താ പറയുക, ഒരു ലെയർ വരുന്നുണ്ട്, ഒരു സ്പോഞ്ച്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇടുന്ന സമയത്തൊക്കെ നമുക്ക് നടക്കുമ്പോഴൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. പോകുന്ന വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ടാണോ പബ്ലിഷ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ എത്തിയിട്ടുള്ള അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് ഉറപ്പായിട്ടും കാണുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.